ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് സൈഡ് ഡിഷായി കൂട്ടാൻ കഴിയുന്ന ഒരു അടിപൊളി പീച്ചിങ്ങ മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം, ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് കമന്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അര കിലോ പീച്ചിങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാള, ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം തന്നെ നമുക്ക് പാൻ ഒന്ന് ചൂടാകാൻ വെക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സവാളയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വാടി വരണം. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗണിഷ് യെല്ലോ കളർ ആകണം. ഇപ്പോൾ ഇത് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അതിന് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് 1.5 ടീസ്പൂൺ ഇടിച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തക്കാളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഇത് ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പീച്ചിങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആവിയിൽ കിടന്നാണ് വേകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചാൽ മതി. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് ആവിയിൽ കിടന്ന് വെന്തോളും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ പീച്ചിങ്ങ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. ഊണിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.